ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ S4B. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് റോഡിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. NH66 പുതിയ അപ്ഡേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തുടങ്ങുന്നത് നമ്മൾ അതിരുമടയാണ് കേട്ടോ. പുത്തനത്താണി അതിരുമട തൊട്ട് രണ്ടത്താണി കോട്ടയ്ക്കൽ വരെയുള്ള ഭാഗം മാത്രം, അതിൻ്റെ റീച്ചിൽ എത്രത്തോളം പണി പുരോഗമിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പോണത്. അപ്പോൾ രണ്ടത്താണി അതിരുമട അണ്ടർപാസ് തൊട്ട് രണ്ടത്താണി അണ്ടർപാസിനായിട്ടുള്ള അനുമതി നിഷേധിച്ചിട്ടില്ല, അനുമതി കൊടുത്തിട്ടുണ്ട്, അനുമതി വന്നിട്ടില്ല. അതിൻ്റെ മലപ്പുറം കളക്ടർ മുഖേന അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഫൈനലായിട്ട്. പക്ഷേ അതിനും ഒരു പുതിയ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അതിനാൽ തന്നെ അതിൻ്റെ പുതിയ അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടത്താണി നിവാസികൾ. എന്തായാലും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു അനുമതി അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാവും തന്നെ നമുക്ക് വിചാരിക്കാം. നമ്മളിപ്പോൾ ഉള്ളത് പൂഞ്ചിന അണ്ടർപാസിൽ എത്തിയിട്ടുണ്ട്. പൂഞ്ചിന അണ്ടർപാസ് തൊട്ടുള്ളത് രണ്ടത്താണിക്കൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടത്താണി ഭാഗത്തേക്ക് ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പൂഞ്ചിന ഭാഗത്തേക്ക് ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാര്യം എല്ലാം അതിൻ്റെ ഇപ്പോൾ സോയിൽ നെയിൽ അങ്ങനെയുള്ള പരിപാടികളാണ് ഫൈനലായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റൽ നിരത്തി റോഡ് ടാറിങ്ങിലായിട്ടുള്ള വർക്കാണായിരിക്കും. ഇപ്പോൾ നമ്മൾ രണ്ടത്താണി ചന്തപ്പറമ്പ് ഏരിയയിലാണ്. പോപ്പുലറിൻ്റെ ഒക്കെ ഏകദേശം അടുത്താണ്. ഇവിടെയും തന്നെ നല്ല വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അത്യാവശ്യം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ഏതായാലും രണ്ടത്താണി ഭാഗം പോപ്പുലർ കഴിഞ്ഞ് രണ്ടത്താണിക്കടുത്ത്, അതായത് ചന്തപ്പറമ്പ് കഴിഞ്ഞതിന് ശേഷം റോയൽ മാർബിൾസ് എന്ന് പറയും അവിടെയുള്ളത്. അവിടുത്തെ വർക്കും തന്നെ ക്രാഷ് ബാരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് സർവീസ് റോഡും എല്ലാം പക്കയാണ് അവിടെ. അതുപോലെ തന്നെ നമ്മളെ രണ്ടത്താണി ഭാഗത്തേക്ക് നമുക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവിടെ ഒരു പുതിയ ടാറിങ് കാണുന്നുണ്ടാവും. അവിടെയാണ് നമ്മൾ പ്രശ്നം. നമുക്ക് അണ്ടർപാസിന് അനുമതി വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവിടെ അനുമതി നിഷേധിച്ചതായിട്ട് നമുക്ക് അനുമതി കിട്ടിയില്ല. കളക്ടർ മുഖേന അനുമതി വാങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും അതിനുള്ള അനുമതി കിട്ടും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കളക്ടർ ഫൈനലായിട്ട് എന്താണ് പറയാൻ നോക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണുവരേക്കും വണക്കം.